തിരുവനന്തപുരത്തെ കെപിസിസി ആസ്ഥാനത്തേക്ക് ബിജെപി പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് നടത്തിയ കുത്തിയിരിപ്പ് സമരത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് വനിതാ പ്രവർത്തകയുടെ മുഖത്തടിച്ചെന്ന് ബിജെപി ആരോപിച്ചു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് കലാപ നീക്കം നടത്തിയെന്നാരോപിച്ച് ബിജെപി നടത്തിയ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിച്ചത്. കെപിസിസി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രിയെ ആക്രമിക്കാനുള്ള ശ്രമമാണ് ഡൽഹിയിൽ നടന്നത്. രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിക്കാൻ കോൺഗ്രസിനെ സമ്മതിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയുടെ അപ്പുറത്തിന് സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകയെ പോലീസ് മുഖത്തടിച്ചെന്ന് ബിജെപി ആരോപിച്ചു. ഞങ്ങളുടെ വനിതാ പ്രവർത്തകയെ ആക്രമിച്ച പോലീസുകാരനെതിരെ ഇന്ന് ശക്തമായ നടപടിയെടുക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടു. ബാരിക്കേഡ് മറിച്ചിട്ട് കെപിസിസി ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റതായും ബിജെപി അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.